ആരാ? ഞാൻ ശിവരാമേട്ടന്റെ. ഓ, അപ്പൊ നീയാണല്ലേ ആ കക്ഷി? ഏത് കക്ഷി? അല്ല, ശിവരാമേട്ടൻ പറഞ്ഞിരുന്നു. ഓ, ശിവരാമേട്ടൻ 2 ആഴ്ച കഴിയും വരാൻ. ഇന്ന് രാവിലെയാ പോയത്. വന്നിട്ട് പോയാ മതിയെന്ന് പറയാൻ പറഞ്ഞു. ഇത്രയും വലിയ വീട്ടിലാണോ മാമൻ താമസിക്കുന്നത്? ഇതല്ല വീട്, അതാണ് ഔട്ട് ഹൗസ്. അങ്ങോട്ട് പോയിക്കോ, പോയിക്കോ അവിടേക്ക്. അവന് കൈവെക്കാൻ കണ്ടൊരു സ്ഥാനം. ഹലോ ഹലോ അബി, നീ എവിടെയാ ഉള്ളത്? മാമനിത് എവിടെയാ? മോനെ, ഞാനൊരു യാത്രയില്ല, ഒരു തീർത്ഥയാത്ര. എന്നോട് പറയാനും പറ്റിയില്ല, പെട്ടെന്ന് പോന്നതാ. എന്റെ മാമ എന്ത് പണിയെ കാണിച്ചത്? ഇത് മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നോ? അയ്യോ മോനെ, അതിപ്പം എനിക്ക് തിരിച്ചു വരാനും പറ്റാണ്ടായല്ലോ. മാമനിനി എന്നാ വരുന്നേ? ഒരു 2 ആഴ്ച. അതെ, ഞാൻ വന്നിട്ടേ പോകാവുന്നേ. ഔട്ട് ഹൗസിന്റെ ചാവി അവിടെ സുധാകരൻ ഏൽപ്പിച്ചിട്ടുണ്ട്. 2 ആഴ്ചയോ? അതൊന്നും ശരിയാവില്ല, എനിക്ക് പോണം. എനിക്ക് ചെന്നൈയിലെത്തിയിട്ട് ഒരുപാട് വർക്കുള്ളതാ. നാളെ ആസിഫ് അലിയുടെ പടത്തിന്റെ പൂജയാ. പിന്നെ ജലീലിക്കാടെ മമ്മൂക്ക പടം കിട്ടുമെന്നറിയില്ല. പിന്നെ ലാലേട്ടൻ്റെ ഒരു പടം വന്നിട്ടുണ്ട്, അതിനെന്തായാലും കിട്ടാതിരിക്കില്ല. വർക്കോ? വർക്കല്ല, ടിക്കറ്റ്. ശരി. ഇതാരാ? ഇവിടെയെങ്ങും ആരുമില്ലല്ലോ. എല്ലായിടത്തും മുന്നാമ്പുറത്ത് തട്ടാറ്. ഈ നാട്ടിൽ പിന്നാമ്പുറത്താണോ? അങ്ങനെ പാൽപ്പായസവുമായി വന്ന അപർണയെ അന്നാണ് അബി ആദ്യമായി കാണുന്നത്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. എന്താടാ ഓടേർക്ക അവന്റെ ഒരു ശാരദാന്റി. ഇത് കൊണ്ടുപോയിക്കോളൂ. അതിനുള്ളിൽ കഴിച്ചു കഴിഞ്ഞാ ഇതല്ല അത്. നീ ഇവിടെ ഇരിക്ക. എന്താ കുട്ടിയുടെ പേര്? കിച്ചു. നിന്റെ അല്ല, ആ കുട്ടിയുടെ. ആന്റിയുടെ പേരാ. പേര് പേരക്ക. പേരക്ക, നല്ല പേര്. എന്തിനാ ഇവളിങ്ങനെ ഓടണത്? കൊടുത്തോ? ആ, കൊടുത്തു. ഇനിയും കുട്ടിക്കളി മാറിയിട്ടില്ലേ അവൾക്ക്? ഈ പ്രായത്തില് കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുടെ അമ്മയായി ഞാൻ. എന്റെ പ്രായത്തിലോ? നിന്റെ അല്ലടാ, അവളുടെ പ്രായത്തില്. ആ വീട്ടില് പുതിയ അങ്കിളുണ്ടല്ലോ, അതാരാണ് മുത്തശ്ശി? അത് ശിവരാമന്റെ മരുമകനായിരിക്കും. ചെന്നൈയിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ദേവകിയുടെ മകനാ. ചെറിയ വയസ്സിൽ കണ്ടതാ അവനെ. ഇത്ര പെട്ടെന്ന് എവിടെ പോയി? സ്ലോ മോഷനിലാണല്ലോ ഓടിയത്. പോയോ? വീണ്ടും വന്നല്ലോ. സൂപ്പർ.
അതെ നിർബന്ധാച്ചാ പോയിക്കോട്ടോ. അല്ല പിന്നെ എപ്പോഴാ കാണാ? ഇല്ല മാമ, ഞാൻ പോണില്ല. ഏ? ഒന്നാലോചിച്ചപ്പോ ഇവിടം വരെ വന്നിട്ട് മാമനെ കാണാതെ പോകുന്നത് എങ്ങനെയാ? നേരോ? പിന്നെ അല്ലാതെ. അത് നന്നായി. അല്ല നിനക്കെന്തോ സിനിമ ഉണ്ട്, തിരക്കുണ്ട്, പെട്ടെന്ന് പോണെന്നൊക്കെ അല്ലേ പറഞ്ഞിരുന്നത്? മാമനൊക്കെ വലുതാണോ എനിക്ക് സിനിമ? മാമൻ വന്നിട്ടേ ഞാൻ പോണു. നേരോ? ആ. മോന് സിനിമയേക്കാൾ വലുതാണോ മാമൻ? എന്നാ പറയണ്ടടാ. സിനിമയെക്കാളും മാമനേക്കാളും ഇന്നീ ലോകത്തിൽ അഭിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അപർണയാണ്. അവളുടെ വശ്യമായ കണ്ണുകൾ, ആരെയും മയക്കുന്ന പുഞ്ചിരി എല്ലാം അഭിയെ ഒരു കാമുകനാക്കി മാറ്റി. അവൾ ദിവസവും 3 നേരം ഭക്ഷണം കൊണ്ടുവരുന്നതും മുറിയുടെ വരാന്തയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതും നോക്കി ദിവസങ്ങൾ കഴിഞ്ഞുപോയത് അവൻ അറിഞ്ഞിരുന്നില്ല. പരസ്പരം ഒന്നും സംസാരിച്ചില്ലെങ്കിലും അവന് അപർണയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഇനി കാണുമ്പോൾ തന്റെ പ്രേമം തുറന്നു പറയാൻ തന്നെ അഭി തീരുമാനിച്ചു. ഇവരായിരുന്നോ? മോനെ ഉറങ്ങുമായിരുന്നോ? അല്ല. നിനക്കെന്നെ മനസ്സിലായോ? എങ്ങനെ മനസ്സിലാവും? എത്ര വർഷമായി കണ്ടിട്ട്. ചെറുപ്പത്തിൽ നിന്നെ ഞാൻ എത്ര എടുത്തു നടന്നിട്ടുള്ളതാണെന്നറിയോ? ഈ ഒക്കത്തിരുന്ന് മൂത്രമൊഴിച്ച് നനപ്പിക്കലായിരുന്നു നിന്റെ സ്ഥിരം പണി. നിനക്കിത് വല്ലതും ഓർമ്മയുണ്ടോ? അവിടെ ആരുമില്ല, എല്ലാവരും പാലക്കാട്ടേക്ക് പോയിരിക്കുക. അപർണയുടെ കല്യാണല്ലേ, അതിനുള്ള വാർത്ത എടുക്കാൻ പോയിരിക്കുക. അഭിക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. അവൻ ഭക്ഷണം ചെന്നൈയിലേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു. ശരി. ശിവരാമൻ സാറല്ലേ? മാമനോടില്ല. ഇതാ, ഇത് വരുമ്പോ കൊടുത്തേക്ക്. ഇതെന്താ? പട്ട. നല്ല കുട്ടിയായിരുന്നു, എനിക്ക് വിധിച്ചിട്ടില്ല. കല്യാണം ഉറപ്പിച്ചു പോലും. കല്യാണം ഉറപ്പിച്ച പെണ്ണുങ്ങൾ അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നോളണം. ഇവിടെ ഒരു കിളവിണ്ടായിരുന്നല്ലോ, ചത്തോ. അപ്പൊ ഇവിടെ നോക്കി ചിരിക്കാറ്. ഇവിടെ ഉണ്ടായിരുന്നോ? അയ്യോ, ഒന്നും അറിയാത്ത പോലെ നിന്ന് ചിരിക്കുന്ന കണ്ടില്ലേ? ചിരിച്ചോ ചിരിച്ചോ. വേണമെങ്കിൽ കറുത്തൊരു കൂളിംഗ് ഗ്ലാസും കൂടെ വെച്ചോ, അപ്പൊ നിന്നെ കാണാൻ നല്ല ചേലായിരിക്കും. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തിക്കോണം. എടി പാൽപായസം, നിനക്കറിയോ, നിന്നെ ഭയങ്കര ഇഷ്ടാടി. ചെന്നൈയിൽ എത്ര പെമ്പിള്ളേരെ കണ്ടിരിക്കുന്നു, പക്ഷെ അവരോടൊന്നും തോന്നാത്ത ഒരിത് മനസ്സിന്ന് പോടില്ലടി. എന്നാലും ഒരു ക്ലൂ തരായിരുന്നു. കല്യാണം ഉറപ്പിച്ച പെണ്ണാണത്രേ, മോഹിപ്പിക്കരുത്. നിന്റെ കണ്ണുണ്ടല്ലോ, എന്റെ പൊന്നോ. ആരുത് മണവാട്ടിയോ? ഹെവി പാൽപായസം, ഈ ലോകത്തുള്ള മറ്റേതോ പെണ്ണിനേക്കാളും എനിക്ക് തന്നെ ഇഷ്ടമാണ്. സോറി, എന്നോട് ക്ഷമിക്ക. എനിക്ക് എന്നാലും എന്നോട് വേണ്ട.
ആ